ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിധി ഉണ്ടാവാനുള്ള ഏക കാരണക്കാരൻ പിണറായി വിജയനാണെന്നുള്ളത് നഴ്സറി പിള്ളേർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. നഴ്സറി പിള്ളേർക്ക് പോലും അറിയാം, പാർട്ടിയിലെ മുഴുവൻ അണികൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ മാറ്റം മുഖ്യമന്ത്രിയുടെ മാറ്റത്തിൽ നിന്ന് വേണം തുടങ്ങാൻ എന്നുള്ളതാണ് വസ്തുത. പിണറായി വിരുദ്ധ തരംഗമാണ് ഇത്തവണ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഞ്ഞടിച്ചത് എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനോടും ആ നേതാവ് ഈ കേരളത്തെ ഭരിക്കുന്ന രീതിയോടുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ തോതിലുള്ള ഒരു അതൃപ്തി, എതിർപ്പ്, വിമർശനം, പ്രതിഷേധം, പ്രതിരോധം പിണറായി വിജയൻ്റെ നിലപാടുകൾക്കുള്ള വലിയൊരു അടിയാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അയാൾ മാറുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പ്രതിവിധിയുള്ളൂ. പക്ഷേ അയാൾ മാറില്ല. നമസ്കാരം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ BJP ഒരു സമരം പോലും നയിച്ചിട്ടില്ല, ഒരു സമരമുഖത്ത് പോലും അവരെ കണ്ടിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇത്ര അധികം വോട്ട് ശതമാനം ഉയർത്താൻ സാധിച്ചത്? 28 മുതൽ 31% വരെയാണ് അവരുടെ വോട്ട് ബാങ്കിന്റെ വളർച്ച ഉണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെ സാധ്യമായി? കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ദുർഭരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായത്. ഇത് എൻ്റെ വാക്കുകളല്ല. മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും രാഷ്ട്രീയ നിരീക്ഷകനും ഇക്കുറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച KM ഷാജഹാന്റെ വാക്കുകളാണ്. അഡ്വക്കേറ്റ് KM ഷാജഹാൻ കേരളത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളിലും ഇടപെട്ട് തൻ്റെതായ സ്വതന്ത്രമായ നിഷ്പക്ഷമായ അഭിപ്രായം പറയുന്ന വ്യക്തി തന്നെയാണ്. ഇവിടെയും അദ്ദേഹം ഇത് തന്നെയാണ് തുറന്നടിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ദുർഭരണത്തെ ഇവിടെ ഇത്തരത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ BJP ഏത് തരത്തിലുള്ള പങ്കാണ് വഹിക്കുന്നത് എന്നാണ് KM ഷാജഹാൻ ചോദിക്കുന്നത്. പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ ഒരു ചെറിയ സമരം പോലും നടത്താത്ത BJPക്ക് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം വോട്ട് വർധനവുണ്ടാക്കാൻ സാധിച്ചത്? അത് ഒരു കാരണവശാലും BJP നേതാക്കളുടെയോ BJP സ്ഥാനാർത്ഥികളുടെയോ മികവല്ല എന്ന് KM ഷാജഹാൻ അടിവരയിട്ട് പറയുന്നു. CPM-ലെ പരാജയം തന്നെയാണ് CPM-ൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ CPM-ന്റെ അണികളുടെ നിരാശ മൂലം CPM-ൽ നിന്നും വ്യതിചലിച്ച് അവർ BJPക്ക് വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് KM ഷാജഹാൻ ചൂണ്ടിക്കാണിക്കുന്നത്. CPM-ന് എല്ലാ കാലത്തും ഒരു വിശ്വാസമുണ്ട്, തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകൾ എൻ ബ്ലോക്കായി ലഭിക്കും. ആ വോട്ടുകൾ ഒരു കാലത്തും ഭിന്നിച്ച് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് പോകില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം CPM-നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വൃഥാവിലായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. കൃത്യമായി തന്നെ CPM-ന് ലഭിക്കേണ്ടിയിരുന്ന ഹൈന്ദവ വോട്ടുകളിൽ വിള്ളലുണ്ടായിരിക്കുന്നു. NSS-ന്റെയും SNDP-യുടെയും കൃത്യമായ വോട്ടുകൾ BJP-യിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് KM ഷാജഹാൻ തുറന്നടിച്ചത്. ഇവിടെ ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിന്നുകൊണ്ട് വേണം അത്തരം ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും എന്ന് തന്നെയാണ് CPM-നോടും ഇടതുപക്ഷ ഘടകകക്ഷികളോടുമെല്ലാം KM ഷാജഹാൻ ആവർത്തിച്ച് പറയുന്നത്. ഇല്ലെങ്കിൽ കേരളത്തിന്റെ നാശം പരിപൂർണമായിരിക്കും. ബംഗാളിൽ CPM-ന് എന്ത് സംഭവിച്ചു അത് തന്നെയായിരിക്കും കേരളത്തിൽ CPM-ന് സംഭവിക്കാൻ പോകുന്നത്. ഏറെക്കുറെ അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുമാണ് KM ഷാജഹാൻ തുറന്നടിക്കുന്നത്. KM ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. KM ഷാജഹാന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര സമഗ്രവും സമൂലവുമായിട്ടുള്ള ഒരു തിരിച്ചടി CPM-ന് ഉണ്ടായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. 2019 ഒരു സീറ്റ് ലഭിച്ചുള്ളായിരുന്നുവെങ്കിൽ പോലും അതിനേക്കാളൊക്കെ മാരകവും ആഴത്തിലുള്ളതുമായിട്ടുള്ള ഒരു പരാജയമാണ് 2024 ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ UDF സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഭൂരിപക്ഷം ആദ്യം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ രാഹുൽ ഗാന്ധിയെ നമുക്ക് മാറ്റി നിർത്താം. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞോളം വലിയ ഭൂരിപക്ഷമായി. പക്ഷേ മറ്റുള്ള സ്ഥാനാർത്ഥികൾ, അതിൽ മലപ്പുറത്ത് ജയിച്ച E.T. മുഹമ്മദ് ബഷീറിന് 3 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം. തീർച്ചയായിട്ടും പൊന്നാനിയിൽ ജയിച്ച അബ്ദുൾ സമദ് സമദാനിക്ക് ഏതാണ്ട് 2.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം. എറണാകുളത്ത് മത്സരിച്ചൊരു സാധാരണ സ്ഥാനാർത്ഥിയാണ് ഹൈബിയുടെ, അയാൾക്ക് 2.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം. അതുകൂടാതെ മറ്റ് പല സ്ഥാനാർത്ഥികൾക്ക്, അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ, MK രാഘവൻ, K സുധാകരൻ, ഡീൻ കുര്യാക്കോസ് മുതൽ ഇങ്ങോട്ട് കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ വരെയുള്ള ഒട്ടനവധി സ്ഥാനാർത്ഥികൾക്ക് 1 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം. അപ്പം 20 മണ്ഡലങ്ങളിൽ 10-11 ഇടങ്ങളിലും ഏതാണ്ട് 1.5 ലക്ഷം മുതൽ 3 ലക്ഷത്തിൽ വരെ കൂടുതൽ ആയിട്ടുള്ള ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ UDF ജയിച്ചിട്ടുള്ളത് എന്നത്
2019 ആഴത്തിലുള്ളതാണ് ഇത്തവണത്തെ പരാജയം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടതാണ് 2019 UDFന് ഇത്രയും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ പ്രധാനമായും 2 കാരണങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. ഒന്ന്, ശബരിമല വിഷയം. 2, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ ഉള്ള സാധ്യത. ഈ 2 സാധ്യതകളുടെയും അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ ഒരു സ്വീപ്പിംഗ് ആയിട്ടുള്ളൊരു വിക്ടറി UDFന് കിട്ടിയത്. ഇത്തവണ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാകാൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ശബരിമല പോലൊരു വിഷയമില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാന്ന് പോയിട്ട് ആ മുന്നണി വിജയിക്കുമെന്നുള്ള ഉറപ്പ് പോലും പൊതുവിൽ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് UDFന് 18 സീറ്റ് എന്നുള്ള നിലയിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന CPM എന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ ജീർണത, ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിൻ്റെ ജീർണത, അതിൽ തന്നെ ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോടുള്ള ജനങ്ങളുടെ ഒരു വലിയ തോതിലുള്ള അതൃപ്തി. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഞാൻ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരൊക്കെ അതിനെ വിശകലനം ചെയ്യുന്നത്, ഒരു പിണറായി വിരുദ്ധ തരംഗമാണ് ഇത്തവണ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഞ്ഞടിച്ചത് എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനോടും ആ നേതാവ് ഈ കേരളത്തെ ഭരിക്കുന്ന രീതിയോടുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ തോതിലുള്ള ഒരു അതൃപ്തി, എതിർപ്പ്, വിമർശനം, പ്രതിഷേധം, പ്രതിരോധം, അതാണ് യഥാർത്ഥത്തിൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് UDFനെ കൊണ്ടുപോയത് എന്ന് വേണം പ്രാഥമികമായി നമ്മൾ വിലയിരുത്താൻ. സാർ, ഇപ്പം കനലൊരു തരി എന്നൊക്കെയാണ് പറയുന്നത്. ആലപ്പുഴയായിരുന്നു കഴിഞ്ഞ തവണ ലോക്സഭയിൽ തുണച്ചത്. ഇത്തവണ അത് ആലത്തൂരായി മാറുന്നു. ഇപ്പോഴും ഈ രാഷ്ട്രീയപരമായിട്ട് ഇടതുപക്ഷത്തിന് കൃത്യമായി എവിടെയാണ് പിഴച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. സുഹൃത്തേ, അത് CPMന് അത് മനസ്സിലാവില്ല. CPMന് തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് ആണ് വീണ്ടും ഇതുപോലുള്ള തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര എന്ന് നമ്മൾ കാണേണ്ടത് BJP എന്ന് പറഞ്ഞ പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയാണ്. അവിടെ തന്നെ CPM പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറഞ്ഞാൽ, CPMൻ്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് കോൺഗ്രസ്, നാളെ BJP എന്നത് ആ പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടത്. തീർച്ചയായിട്ടും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും CPM പഠിക്കാനുള്ളൊരു പാഠം എന്നുള്ളത് CPMൻ്റെ കോർ ഹിന്ദു വോട്ട് ബാങ്കിലേക്കാണ് BJP കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ തെളിവാണ് നമ്മൾ ഇപ്പം ഈ 4-5 മണ്ഡലത്തിൽ BJP ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നു. ആറ്റിങ്ങലാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും 1 ലക്ഷത്തിന് മുകളിൽ സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. ഇവിടെ പോലും പാർട്ടി ചേരികളിലാണ്, പാർട്ടി കേന്ദ്രങ്ങളിൽ വിള്ളൽ വന്നിട്ടും ഇത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇതൊരു പ്രശ്നമല്ലേ? അല്ല, ഇതിൽ നമ്മൾ കുറച്ച് ആഴത്തിൽ നമ്മൾ പരിശോധിച്ചാൽ CPM എപ്പോഴും പറഞ്ഞിരുന്നത് എന്താണ്? ഞങ്ങളുടെ ഹിന്ദു വോട്ട് ബാങ്ക് അത് ഞങ്ങൾക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അതിൽ ഞങ്ങൾ തോറ്റാലും ജയിച്ചാലും അതിൽ ഒരു ചലനവും ഒരു വിള്ളലും അതിലുണ്ടാവില്ല. കോൺഗ്രസ്സുകാരാണ് BJPക്കാരായിട്ട് മാറുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് CPMൻ്റെ കോർ ആയിട്ടുള്ള ഹൈന്ദവ വോട്ട് ബാങ്കിലേക്കാണ് BJP വലിയ കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളത് യഥാർത്ഥത്തിൽ നമ്മൾ 3-4 ലോക്സഭാ മണ്ഡലങ്ങൾ നമ്മളെടുത്താൽ നമുക്കതിൻ്റെ ചിത്രം വ്യക്തമാകും. ഒന്ന്, മധ്യ കേരളത്തിലെ ആലപ്പുഴ മണ്ഡലം. തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്കും ആറ്റിങ്ങൽ മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലം, അങ്ങ് പാലക്കാട് ജില്ലയിലേക്ക് പോയാൽ എലത്തൂർ മണ്ഡലം. ഈ 4 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ CPMൻ്റെ അടിസ്ഥാന കോർ ഹൈന്ദവ ഈഴവ വോട്ട് ബാങ്കിലേക്ക് BJP അത്ഭുതകരമായിട്ടുള്ള കടന്നുകയറ്റമാണ് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഓരോന്നോരോന്നായി നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആദ്യം ആലപ്പുഴ എടുത്തൊന്ന് പരിശോധിക്കാം. ആലപ്പുഴയിൽ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടിന് CPM ജയിച്ചൊരു മണ്ഡലമാണ്. 2, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുശക്തമായിട്ടുള്ള പാർട്ടിയുള്ളൊരു മണ്ഡലമാണ്, CPM ഉള്ള മണ്ഡലമാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിലെ വോട്ടിനെ കണക്കെടുത്ത് നോക്കിയാൽ 2019 അവിടെ
CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫിന് കിട്ടിയതിനേക്കാൾ 1,00,000 വോട്ടിൻ്റെ കുറവാണ് ഇത്തവണ അവിടെ ഉണ്ടായിരിക്കുന്നത്. 1,00,000 വോട്ട്. CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫിന് 1,00,000 വോട്ടിൽ കുറവുണ്ടായപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ്റെ വോട്ടിൽ 1,00,000 കൂടുകയാണ്. അപ്പം CPM-ന് 1,00,000 കുറയുമ്പോൾ BJP-ക്ക് 1,00,000 കൂടുന്നു. അവിടുത്തെ വോട്ടിൻ്റെ കണക്ക് ഒന്നുകൂടെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ AM ആരിഫിന് 3,50,000 വോട്ടാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. അതെ. എന്നാൽ പിന്നെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് 2,99,000 വോട്ട് എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫും BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വോട്ടിൻ്റെ അന്തരം വെറും 1,00,000 മാത്രമാണ് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ അവിടെ ഓരോ നിയമസഭാ മണ്ഡലം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ചേർത്തല മണ്ഡലത്തിൽ 83,000 വോട്ടുകൾ അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 60,000 വോട്ടേ ഉള്ളൂ. 20,000 വോട്ട് കുറഞ്ഞു. അവിടെ എല്ലാ മണ്ഡലങ്ങളും 7 നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് 10,000, 12,000 മുതൽ 20,000 വരെ വോട്ട് CPM-ന് കുറയുമ്പോൾ അത്രയും വോട്ട് തന്നെ BJP-ക്കും ലഭിക്കും. മനസ്സിലായി. അപ്പം ആലപ്പുഴ എന്ന് പറയുന്ന ഹൈന്ദവ CPM വോട്ട് ബാങ്കുള്ള ആ മണ്ഡലത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് CPM-ന് എത്ര കുറയുന്നോ BJP-ക്ക് അത്രയും കൂടും. മനസ്സിലായി. കേരളത്തിൽ താമര വിരിയില്ല, അല്ലെങ്കിൽ ചാണകം ചവിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു സൈബർ ഇടങ്ങളിൽ CPM പ്രവർത്തകർ പങ്കുവെക്കുന്നത്. ഇതേ പ്രവർത്തനം തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യം തന്നെ ഉയർത്തുമ്പോൾ തന്നെ കേരളത്തിൽ തൃശ്ശൂർ BJP സീറ്റ് നേടുന്ന സാഹചര്യം, സുരേഷ് ഗോപി CPM-ൻ്റെ വോട്ടുകൾ പോലും അല്ല, ഞാനതിലേക്ക് വരാം. അതായത് ഈ BJP കേരളത്തിൽ വളരുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ ചെലവിലായിരിക്കും എന്നുള്ളതായിരുന്നു CPM നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രസ്താവന. എന്നാൽ ഇത്തവണ CPM-ന് ഓരോ മണ്ഡലം ഇപ്പം നമ്മൾ ആറ്റിങ്ങലിലേക്ക് വന്നാൽ ആറ്റിങ്ങലിൽ 3,00,000 കൂടുതൽ വോട്ടാണ് CPM-ന് അവിടെ കിട്ടിയിട്ടുള്ളത്. 6% വോട്ടിൻ്റെ വർധന. ആലപ്പുഴയിൽ 11% വോട്ടിൻ്റെ വർധന. ആലത്തൂരിൽ BJP-യുടെ വോട്ടിൻ്റെ വർധന എന്ന് പറഞ്ഞാൽ 10%. അപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ വന്നാൽ ആറ്റിങ്ങലിൽ നമ്മൾ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം നിയമസഭാ നിയോജക മണ്ഡലം എടുത്ത് നോക്കിയാൽ അവിടെ 2021 ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ 31,000 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു LDF-ന്. അതിപ്പോൾ 5,000 വോട്ട് BJP എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കാട്ടാക്കടയിൽ ഏതാണ്ട് ഇത്രയും തന്നെ വോട്ടിൻ്റെ വർധന ഉണ്ടായിരുന്നു. അവിടെ BJP-ക്കാണ്. മനസ്സിലായി. കഴക്കൂട്ടം മണ്ഡലം നമ്മൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മണ്ഡലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആറ്റിങ്ങൽ തിരുവനന്തപുരമാണെന്നില്ല 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF-നുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പിന്നെ BJP നേടി. വാമനപുരം എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 5,000 വോട്ടാണ് അവർക്ക് കിട്ടിയതെങ്കിൽ ഇത്തവണ 40,000 വോട്ടാണ് കിട്ടിയത്. അപ്പം ഈ മണ്ഡലങ്ങളെല്ലാം എടുത്ത് നോക്കി, ഇപ്പോൾ ആലത്തൂരിലെടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ. ഈ മണ്ഡലങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് CPM-ൻ്റെ അടിസ്ഥാന ഹിന്ദു ഈഴവ വോട്ടുകൾ വലിയ തോതിൽ BJP-യിലേക്ക് മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ പിന്നെ തൃശ്ശൂർ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ തൃശ്ശൂർ 2 ഭാഗത്തു നിന്നും പോയിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് CPM-ൻ്റെ വാദഗതിക്ക് വിരുദ്ധമായി CPM-ൻ്റെ ചിലവിൽ BJP വലിയ തോതിൽ ഇവിടെ വളർന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണത്? CPM-നോടും പിണറായി വിജയനോടുമൊക്കെ ഉള്ള അസ്വസ്ഥതയുടെ അടിസ്ഥാനത്തിൽ CPM-ൻ്റെ ലക്ഷക്കണക്കിന് വോട്ടുകൾ BJP-ക്ക് കുത്തിയിരുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടത്തിലേക്കാണ് CPM പോകുന്നത്. 2 CPM-ൻ്റെ വാദഗതികൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. അവരുടെ വോട്ട് ബാങ്ക് തന്നെയാണ് BJP വരുന്നതോടുകൂടി ചുരുങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും. പിണറായി ഭരണം ഏകദേശം 2ാം പിണറായി സർക്കാർ ഉൾപ്പെടെ 8 വർഷത്തിലേക്ക് ഭരണം നീളുമ്പോൾ അസ്വസ്ഥമാണ് ജനങ്ങൾ. പെൻഷനാണെങ്കിലും മറ്റ് പദ്ധതികളിലാണെങ്കിലും പെൻഷൻ ഇടപെടലുകളിലെല്ലാം വൈകിയാണ് വരുന്നത്. ഈ ഒരു പ്രതിഷേധം തന്നെ വോട്ടുകളിൽ മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന സാഹചര്യവും എത്തിക്കുന്നു. അപ്പോഴും മുഖ്യമന്ത്രി ഇതിനകത്ത് കൃത്യമായിട്ടൊരു നിലപാട് പറയുന്നില്ല. തൻ്റെ വീഴ്ചയാണ്, തൻ്റെ ഇടപെടലിൻ്റെ പ്രശ്നമുണ്ട് എന്നൊന്നും തീർത്തും അങ്ങോട്ട് പറയാൻ തയ്യാറാകുന്നില്ല. ഇതുപോലുള്ള വീഴ്ചകൾ മറ്റു പാർട്ടികളിൽ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കണം. ഉദാഹരണത്തിന് 2004 19 സീറ്റ് LDF-നും 1 സീറ്റ് UDF-നും വന്നു. അന്ന് AK ആന്റണി മാറി ഉമ്മൻചാണ്ടി. അതിനു മുമ്പ് കരുണാകരന് തിരിച്ചടി ഉണ്ടായപ്പോൾ കരുണാകരൻ മാറി AK ആന്റണി വന്നു. മനസ്സിലാക്കും. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിധി ഉണ്ടാവാനുള്ള ഏക കാരണക്കാരൻ പിണറായി വിജയനാണെന്നുള്ളത് നഴ്സറി പിള്ളേർക്ക് പോലും അറിയാവുന്ന കാര്യം. പാർട്ടിയിലെ മുഴുവൻ അണികൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ മാറ്റം
മുഖ്യമന്ത്രിയുടെ മാറ്റത്തിൽ നിന്ന് വേണം തുടങ്ങാൻ എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അത് മുഖ്യമന്ത്രിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി അത് വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ഗവൺമെൻറ് പ്രവർത്തനത്തിൻ്റെ മെച്ചമല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ്റെ നിലപാടുകൾക്കുള്ള വലിയൊരു അടിയാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അയാൾ മാറുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പ്രതിവിധിയുള്ളൂ. പക്ഷേ അയാൾ മാറില്ല. ഈ നിയമസഭയിലേക്ക് എത്തുമ്പോൾ നിയമസഭ ഇടതുപക്ഷം തൂത്തുവാരുന്ന സാഹചര്യവും ലോക്സഭയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു സ്ഥിതിഗതി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഒരു ഘടകമായേക്കുന്നു. അല്ല, ഇതൊക്കെ പരമ്പരാഗതമായിട്ടുള്ള ധാരണകളാണ്. പരമ്പരാഗതമായിട്ടുള്ള ധാരണകൾ തിരുത്തുമെന്ന് പറയാൻ കാര്യം എന്താ? CPM-കാർ ഒരു കാരണവശാലും BJP വോട്ട് ചെയ്യില്ലെന്നല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ആ CPM-കാരാണ് ഇപ്പോൾ BJP വോട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ ആ നിലയിൽ പരമ്പരാഗത ധാരണകളെല്ലാം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സാഹചര്യം ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ 2021 LDF വീണ്ടും ഒന്നുകൂടെ അധികാരത്തിൽ വന്നു. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അത് കോവിഡും കിറ്റും പെൻഷനും ഒക്കെ കൊണ്ടുള്ള അത്യസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ അസ്വസ്ഥതയുടെ പരകോടിയിലാണ്. ആ അസ്വസ്ഥതയാണ് ജനങ്ങൾ ഇന്ന് വോട്ടെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുന്നത്. അത് അടുത്ത തവണ അത് പ്രതിഫലിക്കാനാണ് സാധ്യത. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയും ഇതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. അവരെന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധതയിൽ നിന്ന് തങ്ങൾക്ക് അധികാരത്തിൽ വരാം, ഒരു പ്രവർത്തനവും നടത്തണ്ട എന്നുള്ളതാണ്. പക്ഷേ അവരും മനസ്സിലാക്കേണ്ട കാര്യം BJPയുടെ അത്ഭുതകരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് കാരണമായി എന്നുള്ളതാണ്. 4 ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും BJP ഇപ്പോൾ കേരളത്തിലിപ്പം വോട്ട് ശതമാനം നമ്മൾ എടുത്തു നോക്കൂ. തീർച്ചയായിട്ടും വോട്ട് ശതമാനം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ UDF-നും LDF-നും 2% വോട്ട് കുറഞ്ഞപ്പോൾ BJPക്ക് 3-3.5% വോട്ട് കൂടിയിരിക്കുകയാണ്. അപ്പം വോട്ട് കൂടിയത് BJPക്ക് മാത്രം. 4 മണ്ഡലങ്ങളിലായി ഏതാണ്ട് ഇപ്പോൾ അതായത് 11 മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്താണ്. ആ 11 മണ്ഡലങ്ങളും ഇടതുപക്ഷമാണ്. അതിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ 3 മന്ത്രിമാരുടെ മണ്ഡലങ്ങളുണ്ട്. രാജൻ ഒല്ലൂരിന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള ബിന്ദു ഉണ്ട്, നേമത്തു നിന്നുള്ള ശിവൻകുട്ടി. ഇവിടെയെല്ലാം BJP വലിയ രീതിയിൽ സ്കോർ ചെയ്യുന്നു. ആ 11 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനം BJPക്കാണ്. അതെ മനസ്സിലായി? അപ്പോൾ ആ സാഹചര്യത്തിൽ BJPയുടെ ഈ അപകടകരമായിട്ടുള്ള വളർച്ച കേരളത്തിലെ LDF-ന് മാത്രമല്ല UDF-നും അപകട സൂചനയാണ് നൽകുന്നത് എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം. തിരുവനന്തപുരത്ത് മേയറുടെ മണ്ഡലം ഉൾപ്പെടെ BJP സ്ഥാനാർത്ഥി നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നു. മറ്റ് പ്രമുഖരായിട്ടുള്ള CPM നേതാക്കളുടെ അല്ലെങ്കിൽ മുൻ MLA-മാരുടെ മണ്ഡലങ്ങളെല്ലാം BJPക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുകയാണ്. ഇപ്പോഴും ഇവരുടെ ഈ ഒരു നയത്തിൻ്റെ പ്രശ്നമാണെന്ന് അംഗീകരിക്കാൻ പോലും ഈ നേതാക്കളൊന്നും തയ്യാറാവുന്നില്ല. ഇവരുടെ ശൈലിയിൽ മാറ്റവും വരുന്നില്ല. അല്ല, അതൊന്നും വരില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ തിരിച്ചടി ഉണ്ടായത്. മാനമര്യാദയ്ക്കുള്ളൊരു ഭരണമായിരുന്നുവെങ്കിൽ ഒരു 8 മുതൽ 10 സീറ്റ് വരെ LDF-ന് കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായി? അപ്പോൾ ഈ നിലയിലുള്ള മാറ്റങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഒരു ബംഗാളിൻ്റെ വഴിയെ പോവുക എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ബംഗാളിലും ഇതൊരൊറ്റ പൊട്ടാണ് 2011 പൊട്ടിയത്. 2011 അവിടെ പൊട്ടിയിട്ട് 2024 ആ പാർട്ടി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. ഇത്തവണ 7-8 സീറ്റിൽ മത്സരിച്ചിട്ട് ഒരു സ്ഥലത്ത് പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ബംഗാളിൻ്റെ ഒരു പാത തന്നെയാണ് കേരളത്തിലെ പാർട്ടിയും തുടരുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ നടത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.